ഹലോ എവ്രി വൺ, എല്ലാവർക്കും മുബീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ട് ഒരു ഈസി സ്നാക്കാണ് ചെയ്യാൻ പോകുന്നത്. സ്നാക്ക് മാത്രമല്ല, വേണമെങ്കിൽ നമുക്കിത് കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ലഞ്ചായിട്ടും കൊടുത്തു വിടാവുന്നതാണ്. ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതിനാദ്യം കുറച്ച് ബ്രെഡ് സ്ലൈസ് ചെയ്തെടുക്കുക. പിന്നീട് ഒണിയൻ നന്നായിട്ട് സ്മോളായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതിൻ്റെ കൂടെ ഒരു തക്കാളി, നല്ല പഴുത്ത ഒരു തക്കാളി, അതും ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. അതിനുശേഷം ഒരു പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞാനൊരു 4 പീസ് ബ്രെഡോളം എടുത്തിട്ടുണ്ട്. അതിന് ആവശ്യമായ സാധനങ്ങളായി പറയുന്നത്. കുറച്ച് കറിവേപ്പിലയും എടുത്തു. സബോള നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആദ്യം ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ തക്കാളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ ആഡ് ചെയ്യണം. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് നമുക്കറിയാമല്ലോ, തക്കാളി വെന്ത് വരുമ്പോൾ എണ്ണ തെളിഞ്ഞ് വരും. ആ ഒരു സ്റ്റേജിൽ നമുക്ക് ആവശ്യമായ കുറച്ച് മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയും മാത്രമേ ഇതിലിടുന്നുള്ളൂ. ആവശ്യത്തിന് ഉപ്പും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മസാലയൊക്കെ നല്ല മൂത്ത് വരുമ്പോൾ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ പീസസ് ഇട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് ഒരു ഫ്രൈഡ് ഫോമിലോട്ട് വരുമ്പോൾ കുറച്ച് കെച്ചപ്പ്, ടൊമാറ്റോ സോസല്ല, ഞാൻ കെച്ചപ്പാണ് എടുത്തത്. അപ്പോൾ കുറച്ച് സ്വീറ്റ്നെസ്സും ഉണ്ട്. കെച്ചപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വളരെ എളുപ്പമാണ്. കുറച്ച് ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉച്ചയ്ക്കത്തേക്കിന് ലഞ്ചോ അല്ലെങ്കിൽ വൈകിട്ടത്തേക്കിന് ഒരു സ്നാക്കോ ഒക്കെ ആക്കി കൊടുക്കാം. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ബ്രെഡ് എടുത്ത് കഴിക്കാനായിട്ട് അത്രയ്ക്ക് ടേസ്റ്റാണ്. അമ്മമാർക്ക് ഭയങ്കര എളുപ്പമാണ് ഇത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, വലിയവർക്കും കഴിക്കാം ഒരുപോലെ. അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എങ്കിൽ മാത്രമേ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. Thanks for watching my video.